നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുന്ന നിയമപ്രശ്നങ്ങൾ ഇനിയും ബാക്കി എന്ന റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത്. കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു എങ്കിലും നിയമപ്രശ്നങ്ങൾ ഇപ്പോഴും ബി.ജെ.പിക്ക് മുന്നിൽ വലിയ കുരുക്കായി നിൽക്കുന്നുണ്ട്. കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ വകുപ്പ് 91K പ്രകാരം തുടർച്ചയായ 3 കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകാത്ത അംഗം അയോഗ്യനാകുമെന്നാണ് വ്യവസ്ഥ. സുഗതന്റെ 6 മാസം തടവ് അത് ഡിസംബറിലാണ് അവസാനിക്കുക. ജൂൺ 9 സുഗതൻ അറസ്റ്റിലായത്. അപ്പോൾ 6 മാസം തടവുണ്ട്. ഡിസംബറിലെ പുറത്തിറങ്ങി ഈ ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം സുഗതന് ഉണ്ടാകുകയുള്ളൂ. ഈ കാലയളവിനിടെ 3-ൽ കൂടുതൽ കൗൺസിൽ യോഗങ്ങൾ ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തുടരെ ഇത്തരത്തിൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ സ്ഥാനം അയോഗ്യനാകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അത് ബി.ജെ.പിക്ക് മുന്നിലുള്ള വലിയ ആശങ്കയാണ്. സുഗതൻ അയോഗ്യനാകുമോ എന്ന ആശങ്കയാണ് ബി.ജെ.പിക്ക് നിലവിൽ ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു സ്വതന്ത്രൻ്റെ കൂടി പിന്തുണയോടെയാണ് ബി.ജെ.പി. തിരുവനന്തപുരം ഭരിക്കുന്നത്. അതിൽ ഒരു വ്യക്തി നഷ്ടമായാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ബി.ജെ.പിയെ നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനിടയിലും ആശ്വാസമാകുന്ന മറ്റൊരു കാര്യം, നിയമത്തിലെ ഇതേ വകുപ്പിൽ തന്നെ കോർപ്പറേഷൻ്റെ അനുമതിയില്ലാതെ കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലേ അയോഗ്യത ബാധകമാകൂ എന്നുണ്ട്. അങ്ങനെയെങ്കിൽ 6 മാസം അവധി അനുവദിക്കണമെന്ന ആവശ്യവും സുഗതൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുഗതൻ ഈ ആവശ്യം ഉന്നയിച്ച് മേയർക്ക് അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ അപേക്ഷ നിയമോപദേശത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയതോടെ ഇതിനു മുൻപുള്ള 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ല എന്നതിന് ഇതോടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. അവധി അപേക്ഷ അടുത്ത കൗൺസിൽ യോഗം മുതലാണ് ബാധകമാകുക എന്ന വാദം ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കും. മാത്രമല്ല കോടതിയുടെ മറ്റൊരു പരാമർശം അതും നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതായത് 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തണമെന്ന ഉത്തരവിൽ ഇതുവരെയുള്ള നടപടികൾ അസാധുവാകില്ല എന്നാണ് കോടതിയുടെ പരാമർശം. അങ്ങനെയെങ്കിൽ സുഗതൻ ഹാജരാകാതിരിക്കുന്ന 3ാമത്തെ യോഗമാകും അടുത്ത കൗൺസിൽ യോഗത്തിൽ സുഗതന് അവധി അനുവദിക്കാനുള്ള പ്രമേയം മേയർ വി രാജേഷ് അവതരിപ്പിക്കാനാണ് സാധ്യത. 49 അംഗങ്ങളുള്ള പ്രതിപക്ഷ കക്ഷികൾ എതിർത്താലും സ്വതന്ത്ര അംഗം ഉൾപ്പെടെ 50 പേരുടെ പിന്തുണയുണ്ട് എന്നതും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കൗൺസിലർ അയോഗ്യനായിക്കൊണ്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് ബി.ജെ.പി. നീങ്ങാനുള്ള സാധ്യത കുറവാണ്. കോർപ്പറേഷനിലെ അംഗങ്ങൾ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും നവോത്ഥാന നായകരുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് 20 ബി.ജെ.പി. കൗൺസിലർമാരോട് 2ാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് കോടതി നിർദ്ദേശിച്ചത്. 19 പേർ അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും കാപ്പ നിയമപ്രകാരം ജയിലിലായതുകൊണ്ട് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ജയിലിൽ അവസരം ഒരുങ്ങുന്നത് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായി. തിരുവനന്തപുരം മേയർക്ക് പുറമെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, സുഗതന്റെ അടുത്ത ബന്ധുക്കൾ എന്നിവർ ജയിലിലെത്തിയിരുന്നു. ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. 5 വർഷത്തേക്ക് വളരെ ഭംഗിയായി ഭരിച്ചു മുന്നോട്ട് പോകുമെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമായിരുന്നു മേയർ വി രാജേഷ് പ്രതികരിച്ചത്. അതേസമയം മേയർ ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കുന്നത് കൗൺസിലറുടെ കാര്യത്തിലുള്ള കേസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അഭിഭാഷക സംഘം ആ കാര്യത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. കോടതി എന്തു പറയുന്നു ആ ഉത്തരവ് നടപ്പിലാക്കുക എന്നതാണ് കോർപ്പറേഷന്റെ ദൗത്യം. സുഗതൻ അവധിക്ക് അപേക്ഷ തന്നിട്ടുണ്ടെന്നും അത് ലീഗൽ അപേക്ഷയ്ക്ക് കോർപ്പറേഷൻ വിട്ടു നൽകിയെന്നും മേയർ വ്യക്തമാക്കി. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ അസാധാരണമായൊരു സംഭവം ഉണ്ടായത്. ഈ നിൽക്കുന്ന പല കൗൺസിലർമാരും രാഷ്ട്രീയപരമായി പല സമരങ്ങളിൽ പങ്കെടുത്ത് ഒന്നിലധികം കേസുകൾ ഉള്ളവരാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള പല കൗൺസിലർമാർക്കും സമരങ്ങളിൽ പങ്കെടുത്ത് പല കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. അതിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടത് കോടതിയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നപ്പോഴും ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് ഉത്തമമായ ബോധ്യമുള്ളവരാണ് ബി.ജെ.പി. ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശക്തമായ വിയോജിപ്പ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളിൽ 1 ഇഞ്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. പാളയം മാർക്കറ്റിൽ മാസപ്പടി പിരിക്കുമ്പോൾ അതിന് കുറവ് വന്നാൽ CPM നേതാക്കൾ ബിനാമികളായ അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ സ്വന്തം സ്വത്ത് പോലെ കൈമാറിയിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതെല്ലാം ഇതിനപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും മേയർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നും മാത്രമല്ല സുഗതന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മേയർ നൽകിയ മറുപടി ഇപ്രകാരമാണ്: ഒരു കൗൺസിലറിന്റെ അഭാവം പല കാലങ്ങൾ കൊണ്ടുണ്ടാകാം. ജോലി കിട്ടി രാജിവെക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കൗൺസിലിൻ്റെ അസാന്നിധ്യം ഉണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുനിസിപ്പൽ ആക്ടിൽ മറ്റ്
പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേയർ എന്ന നിലയ്ക്ക് താൻ തന്നെയാണ് കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, പരിഹാര മാർഗങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സുഗതന്റെ അസാന്നിധ്യം ഉണ്ടെങ്കിലും പല പ്രശ്നങ്ങളും മേയർ എന്ന രീതിയിൽ താൻ ഇടപെടുന്നുണ്ടെന്നും മറ്റേത് കൗൺസിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടാലും അതിന് പരിഹാര മാർഗമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഭരണ പ്രതിസന്ധി എന്നൊരു വാദത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വാർഡിലെ ജനങ്ങൾക്കോ വികസന പ്രശ്നങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള മുടക്കം വരാതെ കോർപ്പറേഷൻ നോക്കുന്നുണ്ടെന്നും തന്റെ വാർഡായ കൊടുങ്ങാനൂർ വാർഡിനോട് ചേർന്ന് നിൽക്കുന്ന വാഴോട്ടുകോണം വാർഡിന്റെ കാര്യങ്ങളും സുഗതന്റെ അസാന്നിധ്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും താൻ ഇടപെട്ട് അല്ലെങ്കിൽ താൻ അതിൽ ഇടപെടുന്നുണ്ട്, താൻ ആ ജനങ്ങളുടെ പ്രശ്നവും കൂടി നോക്കുന്നുണ്ട് എന്നൊരു മറുപടിയാണ്, വിശദീകരണമാണ് മേയർ നൽകിയത്. എന്തായാലും ഇനി സുഗതന്റെ അവധി അപേക്ഷ 6 മാസം നടത്തുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുകയാണ്. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേയർക്ക് സുഗതൻ കത്ത് നൽകിയിട്ടുണ്ട്. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് അവധി അനുവദിക്കാമെന്ന് കേരള മുനിസിപ്പൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അതിനാൽ സുഗതന്റെ അപേക്ഷ നിയമോപദേശത്തിനായി വിട്ടിരിക്കുകയാണെന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കോർപ്പറേഷനിൽ നിലവിൽ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലെന്നും ഈ കാലയളവിൽ കൗൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ലെന്നും മേയർ വ്യക്തമാക്കി. ഭരണസമിതി അധികാരത്തിലേറിയ നാൾ മുതൽ പ്രതിപക്ഷം അനാവശ്യമായി വിമർശിക്കുകയാണെന്നും തങ്ങളുടെ തോൽവി പ്രതിപക്ഷം മാനസികമായി അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും മേയർ പരിഹസിച്ചിരുന്നു. അതേസമയം BJP കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നഗരവാസികൾക്ക് അപമാനമാണെന്നാണ് LDFന്റെയും UDFന്റെയും നിലപാട്. കേരള ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവില്ലാത്തതാണ് ഇത്തരമൊരു സത്യപ്രതിജ്ഞ. രാഷ്ട്രീയ കേസുകളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ അവിടെ കഴിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാൽ നാട്ടിൽ നിർത്താൻ കൊള്ളരുതാത്ത വ്യക്തിയെന്ന് കണ്ടെത്തി മറ്റൊരു ജില്ലയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടയാളാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നും ഇതിലൂടെ വാഴോട്ടുകോണം വാർഡിലെ ജനങ്ങളെ മാത്രമല്ല നഗരവാസികളെ ആകെ മേയറും BJP നേതൃത്വവും പരിഹസിക്കുകയാണെന്നുമായിരുന്നു LDFന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.